ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മുടെ പെരുന്നാൾ ട്രിപ്പിൻ്റെ മൂന്നാം ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളാണ് ഷെയർ ചെയ്യുന്നത്. നമ്മൾ കന്യാകുമാരി സൂര്യോദയം കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഫുള്ളായിട്ടുള്ള വീഡിയോ കാര്യങ്ങളൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതിൻ്റെ മുന്നേ പാർട്ട് 1 പാർട്ട് 2 ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവർ പോയി കാണുക. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇതാ ഞങ്ങൾ രാവിലെ തന്നെ കുളിച്ച് ഫ്രഷായി ഏകദേശം ഒരു 4:30ക്കാണ് കേട്ടോ അവിടുന്ന് പുറപ്പെട്ടത്. അപ്പോൾ നമ്മൾ ഉപ്പാൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം 1 മണിക്കൂർ യാത്രയാണ് കേട്ടോ ഇങ്ങോട്ട്. അപ്പോൾ 5:30ക്ക് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഉദയം ഏകദേശം ഒരു 6:10 6:15 ആ ഒരു സമയത്തിനിടക്കാണ് കേട്ടോ. പക്ഷേ ഇന്ന് കാലാവസ്ഥ മോശമായതിനെക്കൊണ്ട് നമുക്ക് 6:30 കഴിഞ്ഞതിന് ശേഷമാണ് സൂര്യൻ ഉദിച്ച് വരുന്നത് കാണാൻ പറ്റിയത്. പിന്നെ കാർമേഘങ്ങളെ കൊണ്ട് ശരിക്കും അങ്ങോട്ട് കാണാൻ പറ്റിയിട്ടില്ല. എന്നാലും ആ ഒരു ഓറഞ്ച് കളറിലുള്ള സൂര്യൻ ഇങ്ങനെ പൊങ്ങി വരുന്നത് ചെറുതായിട്ടൊക്കെ നമുക്ക് ഇതിലേക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണുക. ഈ ഒരു സമയത്ത് ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. ഇത്ര നേരത്തെ തന്നെ ഇത്രയും ആളൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. എല്ലാവരും ഫോൺ പിടിച്ച് ആ കറക്റ്റ് മൂവിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഓണാക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ആ മേഘങ്ങൾക്കിടയിലൂടെ ചെറുതായിട്ട് ഇങ്ങനെ ലൈറ്റൊക്കെ വരുന്നുണ്ട്. ഇതാ കടലിൽ ഈ നടുക്ക് കാണുന്നത് വിവേകാനന്ദ പാറ കേട്ടോ. അവിടെയാണ് കണ്ണാടിപ്പാലൊക്കെ ഉള്ളത്. അപ്പോൾ അവിടെ 8 മണിക്കാണ് ഓപ്പണിങ്. നമുക്ക് അവിടെ പോകാനുണ്ട്. അപ്പോൾ ഇവിടുന്ന് കണ്ടതിന് ശേഷം ചായയൊക്കെ കുടിച്ചിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോകാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. ഇപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഉദിച്ചു വന്നിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് വെളിച്ചം വന്നു കേട്ടോ മൊത്തത്തിൽ. ഇനിയിപ്പോൾ അതിലേക്ക് തന്നെ ഇങ്ങനെ നോക്കി നിൽക്കാനൊന്നും വയ്യ കേട്ടോ. കണ്ടൊക്കെ ഇങ്ങനെ ബ്ലിങ്കായി പോകുന്നുണ്ട്. അപ്പോൾ അതാ ഇവിടെ ഓരോരുത്തർ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു സമയത്തും. പക്ഷേ ഇതിനേക്കാളും ഭംഗി നമ്മൾ ആ ഉദിച്ച് വരുന്ന സമയത്ത് ആ ഓറഞ്ച് കളറിൽ വരുമ്പോൾ ഫോട്ടോ എടുക്കുന്നതാണ് കേട്ടോ. അങ്ങനെതാ ഇവിടെ കുറച്ച് നേരമൊക്കെ നോക്കി നിന്ന് ഇനിയിപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. കൊച്ചിനോട് പറയേ. അങ്ങനത്തെ ഞങ്ങൾ ചായയുടെയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഇനിയിപ്പോൾ വിവേകാനന്ദ പാറ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ അത് ബോട്ടിലൊക്കെ പോകണം. അപ്പോൾ 8 മണി മുതലാണ് അവിടെ ടിക്കറ്റ് കൊടുക്കുക. ഇവിടെ ഒരാൾക്ക് 1 ടിക്കറ്റാണ് കൊടുക്കുക. അതുകൊണ്ട് എല്ലാവരും ക്യൂവിൽ നിൽക്കണം.
ക്യൂവിൽ നിന്ന് ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ ഒരാൾക്ക് 75 രൂപ വരുന്നുള്ളൂ. ക്യൂവിൽ നിൽക്കാതെ ഡയറക്റ്റ് പോകണമെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് 300 രൂപ വരും കേട്ടോ. ഈ ഒരു ക്യൂ കണ്ടപ്പോൾ തന്നെ നമ്മൾ കിളി പോയിട്ട് അത്രയൊക്കെ ജനങ്ങളായിരുന്നു. അപ്പോൾ ഈ ഒരു ക്യൂവിൽ നിന്നിട്ട് നമുക്ക് ടിക്കറ്റ് കിട്ടുകയെന്നുണ്ടെങ്കിൽ എങ്ങനെയായാലും 2 മണിക്കൂർ കഴിയും. അപ്പോൾ അത്രയും നിൽക്കാനൊന്നും നമുക്ക് കഴിയില്ല. അതുകൊണ്ട് നമ്മൾ സ്പെഷ്യൽ ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് കിടന്നു കേട്ടോ. അപ്പോൾ ഒരാൾക്ക് 300 രൂപ വെച്ച് കൊടുത്തു. പിന്നെ ഇത് ബോട്ടിന് മാത്രമാണ് കേട്ടോ ഈ ഒരു ടിക്കറ്റ് വരുന്നത്. പിന്നെ നമ്മൾ അങ്ങോട്ടേക്ക് കിടക്കാൻ പെർ പേഴ്സണിന് 30 റുപ്പീസ് വേറെയും കൊടുക്കണം. അങ്ങനെ ഞങ്ങൾ സ്പെഷ്യൽ ടിക്കറ്റിൻ്റെ ആ ഗേറ്റിൽ കൂടെ അകത്തേക്ക് കിടന്നത്. പക്ഷേ ഞങ്ങൾക്ക് 300 രൂപ ആയിട്ടില്ല, 75 രൂപയുടെ ടിക്കറ്റ് തന്നെ കേട്ടോ കിട്ടിയത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഉപ്പാൻ്റെ ഫ്രണ്ടാണിത്. ഫ്രണ്ടിൻ്റെ വൈഫിൻ്റെ ആങ്ങളുടെ മോനുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ കൂടെ. ആൾ ഇവിടെ പരിസരത്തുള്ളൊരു ഷോപ്പിലാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആളുടെ ഒരു ഫ്രണ്ടിനെ വിളിച്ച് പറഞ്ഞിട്ട് അങ്ങനെ കേട്ടോ നമുക്ക് ടിക്കറ്റ് കിട്ടിയത്. പിന്നെ നമ്മൾ സ്ട്രീറ്റിൽ കണ്ടതിനേക്കായി ഒരുപാട് ലൈൻസ് ഇങ്ങോട്ട് മുന്നിലേക്ക് ഉണ്ട് കേട്ടോ. ഇവിടെ ആണ് ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. അപ്പോൾ ഇവിടെ മുതൽ അങ്ങേ അറ്റം സ്ട്രീറ്റിൻ്റെ ഒരറ്റം വരെ ക്യൂ ആണ്. അപ്പോൾ ഈ ഒരു ക്യൂവിൽ നിൽക്കുകയാണെങ്കിൽ 2 മണിക്കൂറൊന്നുമല്ല, അതിലപ്പുറം കിടക്കും കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങൾക്ക് ഏതായാലും ടിക്കറ്റൊക്കെ കിട്ടി. ഇനിയിപ്പോൾ ഞങ്ങൾ ബോട്ടിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് പോവാണ് കേട്ടോ. ഇവിടെ ബോട്ടിന് വേണ്ടിയിട്ട് ആൾക്കാരൊക്കെ അങ്ങനെ വെയിറ്റ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു ബോട്ട് വന്ന് അതിൽ ഫുള്ളായി. പിന്നെ ഞങ്ങൾ ആദ്യത്തിൽ കയറിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ കൂടെ ഉള്ളവരൊന്നും ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ രണ്ടാമത്തെ ട്രിപ്പ് വന്നപ്പോഴാണ് കേട്ടോ ഞങ്ങൾ അതിൽ കയറി പോയിട്ടുള്ളത്.
ഹോട്ടലിലല്ല അത് ഇറക്കിങ്ങാണ്ട് വരാനുള്ള ടൈമായിട്ടുണ്ട്. എന്നാലും ആളുകൾ ഇത്തിരി ആൾ ഇറങ്ങണ്ടേ. അങ്ങനെ നമ്മളിവിടെ എത്തി ബോട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ ഒരു ടിക്കറ്റ് എടുക്കാനുണ്ട്. നല്ല വെയിലാണ് കേട്ടോ, പക്ഷെ ചൂട് കുറവാണ്. ആ താഴത്തേക്ക് കിടക്കുമ്പോൾ ചെരുപ്പൊക്കെ അവിടെ ഊരി വെക്കണം കേട്ടോ. പക്ഷേ നമുക്ക് അധികം ചൂടൊന്നും അനുഭവിക്കണില്ല. പിന്നെ അവിടെ വൈറ്റ് പെയിൻ്റ് അടിച്ചിട്ടുണ്ട്, അതിൽ കൂടെ കേട്ടോ നടക്കാനുള്ളത്. സ്റ്റെപ്പിലായാലും എങ്ങനെ നമ്മൾ പോകുന്ന സ്ഥലത്തായാലൊക്കെ വൈറ്റ് പെയിൻ്റ് ഉണ്ട്. ആ ഒരു ഭാഗത്ത് കൂടി പോവുകയാണെങ്കിൽ ചൂട് കുറവാണ് കേട്ടോ. ഈ ഒരു ഷെഡ് കെട്ടിയിരിക്കണ് നമുക്ക് തിരിച്ചു പോകാനുള്ള ക്യൂ നിൽക്കാനുള്ളതാണ് കേട്ടോ, ബോട്ടിന് വേണ്ടിയിട്ട്. വേറെന്തോ മീനോ? സച്ചോ സച്ചോ എന്നും പടി ഇനിയിപ്പോൾ നമ്മൾ കണ്ണാടിപ്പാലം കിടക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഇതിൽ കൂടെ നടക്കുമ്പോൾ ചെറുതായിട്ടൊരു പേടിയൊക്കെ തോന്നുന്നുണ്ട്. കാരണം അടിഭാഗത്തേക്ക് നോക്കുമ്പോൾ തിരമാലകൾ ഇങ്ങനെ അടിക്കുന്നതും പാറക്കെട്ടുകളൊക്കെ ഉണ്ടോ കാണുന്നത്.
ഇവിടെ മൊത്തത്തിൽ കറങ്ങിൻ്റെ ശേഷം ഇനിയിപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവാണ് കേട്ടോ. തിരിച്ചു പോകുന്നത് ഞാൻ നേരത്തെ കാണിച്ചു തന്ന ഷെഡിൽ ക്യൂ നിന്നിട്ട് വേണം കേട്ടോ ബോട്ടിൽ കയറിയിട്ട് പോകാൻ. അപ്പോൾ ഞങ്ങൾ കുറച്ച് സമയമൊക്കെ അവിടെ ക്യൂ നിന്ന് അങ്ങനെ നമ്മൾ ബോട്ടിൽ കയറി നമ്മൾ ആദ്യം കയറിയ സ്ഥലത്ത് തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളവിടെ കണ്ട് തിരിച്ചെത്തിയപ്പോഴും ഇവിടെ നല്ല ക്യൂ തന്നെ കേട്ടോ. ഒരുപാട് ലൈൻസ് ഇപ്പോഴും ഉണ്ട്. ആളുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. Mama. Mama. ഇവിടുന്ന് സച്ചുവിന് കണ്ണാട വേണമെന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ പോവാണ്. ഉപ്പാൻ്റെ ഫ്രണ്ടിൻ്റെ മോളെ വീട്ടിലേക്കാണ് കേട്ടോ ഇനിയിപ്പോൾ പോണത്. Leche? അങ്ങനെ എല്ലാം കറക്കൊക്കെ കഴിഞ്ഞ് ഉപ്പാൻ്റെ ഫ്രണ്ട് വീട്ടിലേക്കൊക്കെ പോയി. അവിടെ നമ്മൾ തിരുനെൽവേലി ഹൽവ ഒക്കെ കഴിച്ചു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഉപ്പാൻ്റെ ഫ്രണ്ട് വീട്ടിലേക്ക് തന്നെ വന്നു. അപ്പോൾ ഇന്ന് ഇവിടെ തന്നെ കേട്ടോ സ്റ്റേ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പാർട്ടുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ. താങ്ക് യു.